അഞ്ചാമത്തെ പ്രോബ്ലം. Is 101 a term of the arithmetic sequence 13, 24, 35, etc.? What about 1001? അപ്പോൾ 13, 24, 35, etc. എന്ന് പറയുന്ന സീക്വൻസിൽ ഒരു ടേം ആണോ 101 എന്നാണ് ചോദ്യം. ഒരു ടേം ആകും 101. ഇതിൽ ഒരു ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആകുമോ 101 എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ കൂടെ തന്നെയുള്ള ചോദ്യമാണ് വാട്ട് അബൌട്ട് 1001? ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണോ 1001? ഈ രണ്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അല്ല ആദ്യത്തെ നമുക്ക് ചെയ്യാം. അപ്പോൾ 13, 24, 35, etc. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 101 ഒരു ടേം ആകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ 101 ടേം ആയാൽ എന്ത് സംഭവിക്കും? ടേം ആണെങ്കിൽ നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഈ ഫോമുല നമുക്ക് ഉപയോഗിക്കാം. ഏതാണ്? ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഫോമുല നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. 101 ഒരു ടേം ആണെങ്കിൽ, അപ്പോൾ ഈ 101 a term of this arithmetic sequence, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ് 101 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഫോമുല നമുക്ക് ഉറപ്പായി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ xn എന്ന് പറയുന്നത് xn ആണ് 101 നമ്മൾ എടുക്കുന്നത്. 101 ആയിട്ട് നമ്മൾ xn എടുത്തു. എന്ത് ടേം? ഫസ്റ്റ് ടേം നമുക്കറിയാം x1 is equal to 13 ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം d is equal to 24 minus 13 is equal to 11. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും. ഇത്രയും കാര്യം നമുക്കിപ്പോൾ ഉണ്ട്. 101 ഈസി ക്വസ്റ്റ്യൻ ഇതാണ്. 13, 24, 35, etc. എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആകുമോ 101 ഒരു ടേം ആകുമോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ 101 ഒരു ടേം ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഈ സീക്വൻസിലെ ഒരു ടേം ആണ് 101 എന്ന് നമ്മൾ എടുത്താൽ അത് xn is equal to 101 എന്ന് എടുക്കുന്നു. എന്ത് ടേം 101 ആണെന്നിരിക്കട്ടെ, എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ എന്ത് ടേം 101 എന്ന് എടുക്കുന്നു? x1 ഫസ്റ്റ് ടേം 13 ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് 11 കിട്ടി. അപ്പോൾ ഈ ഫോമിലേക്ക് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ടേം ഡിഫറൻസ് 101 മൈനസ് ഫസ്റ്റ് ടേം 13 ആണ്. 13. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് കിട്ടി. 101 മൈനസ് 13 ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു, ഇനി അവയുടെ പൊസിഷൻ, ഇതിന്റെ പൊസിഷൻ n ആണ്, ഇതിന്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ n മൈനസ് 1 പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് 11. അപ്പോൾ 101 മൈനസ് 30 അപ്പോൾ 88 എന്ന് കിട്ടി. ഓക്കെ, 88. അപ്പോൾ 88 ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 11 എന്ന് കിട്ടി. അപ്പോൾ therefore n മൈനസ് 1 ഈസ് ഈക്വൽ ടു 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 88/11 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 8. therefore n ഈസ് ഈക്വൽ ടു 8 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 9. എന്ത് പറയാം? 101 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 9th ടേം ആണ്. therefore 9th term of this arithmetic sequence is 101. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 9ാമത്തെ ടേം ആണിത് 101. ഓക്കെ, ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട്. ഇനി അടുത്തത് 1001. ഇതിനകത്ത് ഒരു സീക്വൻസ് 13, 24, 35, etc. എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ 1001 എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെയും അതുപോലെ തന്നെ if 1001 is a term of this sequence, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ് 1001 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഇവിടെ xn 1001 നമ്മൾ xn എന്ന് എടുക്കുന്നു. അപ്പോൾ xn ഈസ് ഈക്വൽ ടു 1001 ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു 13 കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 11. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടേം ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്.
But term difference 1001 minus 30 is equal to position difference. ഇവിടെ n ആണ് പൊസിഷൻ, ഇവിടുത്തെ പൊസിഷൻ n ആണ്, ഇവിടുത്തെ പൊസിഷൻ 1, n minus 1 into common difference 11. കുറയ്ക്കുക. അപ്പോൾ 8 988 is equal to n minus 1 into 11 എന്നിട്ട് 988 is equal to n minus 1 into 11. അപ്പോൾ therefore n minus 1 is equal to 988 by 11. അപ്പോൾ n minus 1 is equal to 988 by 11 എന്ന് കിട്ടി. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 988 പിന്നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 8 88 10 അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആയിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ n മൈനസ് 1 എന്ന് പറയുന്നത് കിട്ടും ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരും. therefore n എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻ പ്ലസ് 1 988 by 11 പ്ലസ് 1 അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ തന്നെ വരത്തുള്ളൂ, ഒരു നാച്ചുറൽ നമ്പർ വരത്തില്ല. അപ്പോൾ എ ഫ്രാക്ഷൻ അതെന്തായി പോകും, n എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആയി പോകും. പക്ഷേ n എന്ന് പറയുന്നത് എന്തായേ പറ്റത്തുള്ളൂ, ഒരു നാച്ചുറൽ നമ്പർ ആയേ പറ്റത്തുള്ളൂ. കാരണം n ആരാ, n എന്ന് പറയുന്നത് പൊസിഷനാണ്, ടേമാണ്, പൊസിഷൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അതുപോലെ ഒരു പൊസിഷൻ. ഇപ്പോൾ 1 2 3 4 അങ്ങനെ ഒരു നാച്ചുറൽ നമ്പറേ വരത്തുള്ളൂ. അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ ആണോ കിട്ടുന്നത്, അല്ല, ഒരു ഫ്രാക്ഷൻ ആയി പോകും, ഒരു ഫ്രാക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 1001 എന്തല്ല, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്തല്ല, ഒരു ടേം അല്ല. therefore 1001 is not a term of this arithmetic sequence. ഈ arithmetic sequenceലെ ഒരു ടേം അല്ല 1001. Okay. Next question. How many 3-digit numbers are there which leave a remainder 3 on division by 7? അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 3-digit നമ്പേഴ്സ് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് നമുക്കറിയാം. 3-digit നമ്പേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ആണ്, എൻഡ് ചെയ്യുന്നത് 999. അപ്പോൾ 100 മുതൽ 999 വരെ 3-digit നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കിതിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3 കിട്ടുന്ന ഫസ്റ്റ് നമ്പർ ആദ്യം കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ 100-നെ 7 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യും. 7 അപ്പോൾ 1 7 3 30 4 28. അപ്പോൾ 100-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ നമുക്ക് 2 ആണ്. 100-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പറയുന്നത് റിമൈൻഡർ 3 വരുന്ന 3-digit നമ്പേഴ്സ് മതി നമുക്ക്. അപ്പോൾ റിമൈൻഡർ ഇവിടെ 3 വരണമെങ്കിൽ ഇത് 100 എന്നുള്ളതിന് പകരം ഒന്നുകൂടെ കൂടിയാൽ പോരെ, 101 ആയ പോരെ. അപ്പോൾ ഫസ്റ്റ് നമ്പർ x1 ഈസ് ഈക്വൽ ടു 101. 101 ആയിരിക്കും ഫസ്റ്റ് നമ്പർ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്ന് 3-digit നമ്പേഴ്സ് 100 മുതൽ 999 വരെയാണ് 3-digit നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട എന്താ, ആ 3-digit നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡേഴ്സ് കിട്ടുന്ന നമ്പേഴ്സാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഫസ്റ്റ് നമ്പർ കിട്ടുവാനായിട്ട് 100-നെ 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റിമൈൻഡർ നമുക്ക് 2 ആണ് കിട്ടിയത്. പക്ഷെ റിമൈൻഡർ 3 കിട്ടുന്ന നമ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റിമൈൻഡർ 3 കിട്ടാൻ ഇവിടെ റിമൈൻഡർ 3 വരണമെങ്കിൽ ഈ 100-ന് പകരം എന്തായാൽ മതി, 101 ആയാലും. അപ്പോൾ ഫസ്റ്റ് നമ്പർ 101 കിട്ടി. ഇനി ലാസ്റ്റ് നമ്പർ ഇതുപോലെ നമ്മൾ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 999-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 7 2 29 4 28 1 9. അപ്പോൾ 999-നെ
7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 5 ആണ്. നമുക്ക് റിമൈൻഡർ 3 വരുന്നത് മതി. അപ്പോൾ ഈ 5ന് പകരം 3 ആകണമെങ്കിൽ ഇവിടെ 2 കുറയണം. 2 കുറയണമെങ്കിൽ ഈ 999 നിന്ന് 2 കുറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതെന്തായി മാറി? നമ്പർ 997 ആണ്. 997. ഇത് എത്രാമത്തെ ടേമാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ xn എന്ന് കൊടുക്കുന്നു. nth ടേം എന്ന് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്ന ഫസ്റ്റ് ടേം 101 എന്നും കിട്ടി. ലാസ്റ്റ് ടേം 3 ഡിജിറ്റ് നമ്പേഴ്സിലെ ലാസ്റ്റ് ടേം ആണ്. ആ 3 ഡിജിറ്റ് നമ്പേഴ്സിലെ ലാസ്റ്റ് ടേം 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡേഴ്സ് വരുന്ന ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 997 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്കറിയാം, ലാസ്റ്റ് ടേം നമുക്കറിയാം. ഇനി ഇത് ഈ അങ്ങനെ ഒരു സീക്വൻസ് എടുത്താൽ 101 അടുത്ത നമ്പർ ആരായിരിക്കും? ഇതിങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതിയാൽ 101 അടുത്ത നമ്പർ ആരായിരിക്കും? 7 കൂട്ടിയാൽ മതി. 108 വീണ്ടും 7 കൂട്ടിയാൽ 115 എക്സെട്ര 997. ഇതായിരിക്കും ആ സീക്വൻസ് വരാൻ പോകും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ആ ഡിവൈഡ് ചെയ്യുന്ന 7 ആയിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ d = 7 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് x1 101 ആണ്, xn 997 ആണ്. അപ്പോൾ d എന്ന് പറയുന്നത് ഇവിടെ 7. d എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ടേം ഡിഫറൻസ് ടേം ഡിഫറൻസ് ഇവിടെ 997 മൈനസ് ഫസ്റ്റ് ടേം 101. ടേം ഡിഫറൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ടേം ഡിഫറൻസ് ഇനി അവയുടെ പൊസിഷൻ, ഇവിടുത്തെ പൊസിഷൻ n ആണ്, ഇവിടുത്തെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7. എഴുതിയാൽ മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള അരിത്തമെറ്റിക് സീക്വൻസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡേഴ്സ് വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ 100നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 2 ആണ് വന്ന്, റിമൈൻഡർ 3 ആകുമ്പോൾ 101 ആയി ഫസ്റ്റ് ടൈം. അതുപോലെ 999 നമ്മൾ ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ നമുക്ക് 5 ആണ് വന്നത്, റിമൈൻഡർ 3 മതിയായിരുന്നു. അപ്പോൾ 2 നമ്മളിവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 997 ആണ് ലാസ്റ്റ് ടേം. അതിന് നമ്മൾ nth ടേം എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് ഇങ്ങനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡേഴ്സ് കിട്ടുന്ന സീക്വൻസ് കിട്ടാനായിട്ട് 101 കൂടെ 7 ആഡ് ചെയ്ത് പോയാൽ മതി. എന്ന് വെച്ചാൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് 7 ആണ്. ഇനി അപ്പോൾ നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ ടേം ഡിഫറൻസ് ഇത് നമുക്ക് പറയാൻ പറ്റും, ഈ ഫോർമുല പറയാൻ പറ്റും. ടേം ഡിഫറൻസ് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ ടേമുകൾ 997 101. അപ്പോൾ ആ ടേമുകളുടെ ഡിഫറൻസ് എഴുതുന്നു. 997 മൈനസ് 101 അവയുടെ പൊസിഷനുകളുടെ ഡിഫറൻസ് n-1, പൊസിഷനുകളുടെ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. കുറയ്ക്കുമ്പോൾ 6 9 896 n-1 ഇൻറ്റു 7. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ n-1 896 ഡിവൈഡഡ് ബൈ 7. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 19, അപ്പോൾ 2 4 14 5 56 128. അപ്പോൾ n-1 128. Therefore n = 128 plus 1 = 129 എന്ന് കിട്ടും. അപ്പോൾ therefore എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഈ ഒരു ഇതിനകത്ത്? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും? 129 നമ്പേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ therefore 129 നമ്പേഴ്സ്, അത്തരം 129 നമ്പേഴ്സ് ഉണ്ടാവും. എങ്ങനത്തെ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡേഴ്സ് കിട്ടുന്ന 129 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാവും. The empty cells of the given square such that the numbers in each row and column form arithmetic sequences. What if we use some other numbers instead of 1 4 28 and 7? അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇത് 1 4 7 28 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 4 എൻഡ്സിൽ 4 കോർണേഴ്സിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിലെ ഓരോ റോയും ഓരോ കോളവും അരിത്തമെറ്റിക് സീക്വൻസ് ആവത്തക്ക വിധത്തിൽ നമ്മൾ അത് ഫിൽ ചെയ്യണം. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഫസ്റ്റ് റോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ ഇത് x1 ആണ്.
x2 x3 x4. അപ്പോൾ ഈ x4 കിട്ടാനായിട്ട് ഈ x1ന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഫസ്റ്റ് ടേം x1 1 ആണ്, 1. അതുപോലെ x4 4 ആണ്. x1 ഫസ്റ്റ് ടേം ആണ്, ഫസ്റ്റ് റോയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് റോ, ഈ ഫസ്റ്റ് റോയുടെ കാര്യം. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ടേം 1 ആണ്, അതിൽ ഫോർത്ത് ടേം ആണ് 4. അപ്പോൾ ആ x4 കിട്ടുന്നത് എങ്ങനെയാണ്? x4 കിട്ടുന്നത് ഈ x1ന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു? 1 2 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഫോർത്ത് ടേമിൽ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേമിൽ എത്തുന്നത്. 3 കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫോർത്ത് ടേം x4 എന്ന് പറഞ്ഞാൽ 4 ആണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ 1 + 3d. therefore 3d is equal to 4 - 1. അതുകൊണ്ട് d is equal to 3/3 is equal to, അപ്പോൾ കോമൺ ഡിഫറൻസ് 1 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ ഓരോ 1 വീതം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അടുത്തടുത്ത സീക്വൻസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഫസ്റ്റ് ടേം 1, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 2, വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 3, വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 4. അപ്പോൾ 1 2 3 4 അതായിരിക്കും ഫസ്റ്റ് റോ. 1 2 3 4. അപ്പോൾ ഇത് 2ഉം ഇത് 3ഉം കിട്ടി. അപ്പോൾ 1 2 3 4 ഫസ്റ്റ് റോ നമുക്ക് കിട്ടി. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. 1 ആഡ് ചെയ്ത് പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി ഇതുപോലെ തന്നെ ഫോർത്ത് റോ നമ്മൾ കാണും. ഫോർത്ത് റോ ഇതുപോലെ. ഫോർത്ത് റോയിലെ ഫസ്റ്റ് ടേം ആണ് ആര്? x1 ആണ് 7. അതുപോലെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം ആണ് 28. അപ്പോൾ ഫോർത്ത് റോയെ കുറിച്ചാണ് പറയുന്നത്. ആ ഫോർത്ത് റോയിലെ ഫസ്റ്റ് ടേം x1 = 7. അതുപോലെ x4 ഫോർത്ത് ടേം = 28. അങ്ങനെയാണെങ്കിൽ ഈ ഫോർത്ത് ടേം കിട്ടാനായിട്ട് x4 കിട്ടാനായിട്ട് എങ്ങനെയാണ് x4 കിട്ടുന്നത്? ഈ x1ന്റെ കൂടെ അല്ലെങ്കിൽ x1ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കോമൺ ഡിഫറൻസ്, വീണ്ടും ഒരു കോമൺ ഡിഫറൻസ്, വീണ്ടും ഒരു കോമൺ. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഫോർത്ത് ടേമിൽ എത്തുന്നത്. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ x4 = x1 + 3 കോമൺ ഡിഫറൻസ് 3d. അപ്പോൾ x4 28 = x1 7 + 3d. അപ്പോൾ 3d = ഇത് 28 - 7. അപ്പോൾ 3d = 21. d = 21/3 = 7. അപ്പോൾ കോമൺ ഡിഫറൻസ് 7 എന്ന് കിട്ടി. 3d 21 ആണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ d = 21/3 = 7. അപ്പോൾ കോമൺ ഡിഫറൻസ് 7 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫോർത്ത് റോ ഫിൽ ചെയ്യാം. ഫോർത്ത് റോ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഫസ്റ്റ് ടേം 7ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 7 ആഡ് ചെയ്യുന്നു. 7 + 7 14, വീണ്ടും 14 + 7 21, 21 + 7 28. അപ്പോൾ ഇതായിരിക്കും ഫോർത്ത് റോ. 7 14 21 28. അപ്പോൾ 7 ഉണ്ട് 14, ഇത് 21 28. അപ്പോൾ ഫോർത്ത് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ മുഴുവൻ ഫിൽ ആവും. അടുത്തത് ഫസ്റ്റ് കോളം എടുക്കുന്നു. ഫസ്റ്റ് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് x1 ഫസ്റ്റ് ടേം 1 ആണ്, ഫോർത്ത് ടേം 7 ആണ്. അപ്പോൾ x1 = 1, അതുപോലെ x4 = 7. ഫസ്റ്റ് കോളമാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം 1 ആണ്, ഫോർത്ത് ടേം 7 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോർത്ത് ടേമിലേക്ക് എത്താൻ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര എണ്ണം കൂടണം? ഒരു കോമൺ ഡിഫറൻസ്, 2 കോമൺ ഡിഫറൻസ്, 3 കോമൺ ഡിഫറൻസ്. അപ്പോൾ x4 = x1 + 3d. x4 7 ആണ്. അപ്പോൾ 7 = x1 1 ആണ്, 1 + 3d. ഇപ്പോൾ വരുമ്പോൾ 7 - 1. അപ്പോൾ 6 = 3d. അപ്പോൾ 3d = 6, d = 6/3 = 2. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് കോളം.
ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് കോളത്തിൻ്റെ ഫസ്റ്റ് നമ്പർ 1 ആണ്. അപ്പോൾ 1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 2 ആഡ് ചെയ്യുന്നു. 1 + 2 3, വീണ്ടും 3 + 2 5, 5 + 2 7. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് കോളം. അപ്പോൾ 1 3 5 7. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, അടുത്തത് 3, അടുത്തത് 5, പിന്നെ 7 ഉണ്ട്. അപ്പോൾ 1 3 5 7 ഫസ്റ്റ് കോളം നമ്മൾ ഫിൽ ചെയ്യും. ഇനി വീണ്ടും ഇതുപോലെ സെക്കൻഡ് കോളം. സെക്കൻഡ് കോളം ഇതുപോലെ തന്നെ ഫിൽ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടേം x1 = 2 ആണ്. അതുപോലെ x4 = 14 ആണ്. x4 14 ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ x4ൻ്റെ കൂടെ x4 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? x1ൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. 3 ആഡ് ചെയ്യുന്നു. x4 14, 14 = 2 + 3d. പുറത്ത് വരുമ്പോൾ 12 = 3d. 3d = 12, d = 12/3 = 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കോളം എന്ത് വരും? ഫസ്റ്റ് ടേം 2 ആണ്. അപ്പോൾ 2ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 6, 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 10, 10ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 14. അപ്പോൾ ഇത് 2, അടുത്തത് 6, അടുത്തത് 10, അടുത്തത് 14 എന്ന് കിട്ടും. ഇതുപോലെ തേർഡ് കോളം ഫോർത്ത് കോളം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫിൽ ചെയ്ത് പോകാൻ പറ്റും. അത് കൂടാതെ അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അത് കൂടാതെ what if we use some other numbers instead of 1 4 28 and 7? ഇവിടെ ഈ സ്ക്വയറിൽ 1 4 28 7 ഇതല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കണം. അതുപോലെ സെവൻത് ക്വസ്റ്റ്യൻ ഉണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു സീക്വൻസ് തന്നിട്ട് ആ സീക്വൻസിൽ ഓരോ നമ്പേഴ്സ് തന്നിട്ട് ആ നമ്പേഴ്സ് ആ സീക്വൻസിലെ ടേം ആണോ എന്ന് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കണക്കെല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ കണക്ക് ഇപ്പോൾ പറഞ്ഞിരുന്ന ഹോംവർക്കുകൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ.